ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ് ജഗതിയിൽ. അപ്പം അവിടെ എനിക്ക് വേറെ ആരുമില്ല ചോദിക്കാൻ, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഭയങ്കര ത്രില്ലായിട്ടിരിക്കുക. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ രാജകുമാരനോട് ഞാൻ അന്വേഷിച്ച് നോക്കിയത്. അപ്പം വന്നില്ല, കുറച്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എനിക്ക് പാവം എനിക്ക് അതിനുള്ള പെർമിഷൻ തന്നതാണ്. ഞാനവിടെ ജഗതിയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ഇലക്ഷന് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോഴും. അപ്പം ആകപ്പാടെ ഒരു സീറ്റ് നമ്മുടെ ഇടതുപക്ഷ ഘടകകക്ഷിയുടെ നിലയിൽ തന്നു. അപ്പോൾ അവിടെ ശ്രീ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത് പൂജപ്പുര അവിടെ നിന്നാൽ മതിയെന്ന്. പൂജപ്പുര നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജഗതി എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമായിട്ട് എന്തുമാത്രം പഴയ ഉത്സവമേളമെല്ലാം അപ്പോൾ ഇതുകളൊന്നും മറക്കാനൊക്കാത്ത അനുഭവങ്ങളല്ലേ. അതിൽ പാട്ടൊക്കെ ഓർമ്മയുണ്ട്, ഉത്സവമേളത്തിലെ പാട്ടൊക്കെ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം തേടി വരും. പിന്നെ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാൻ ലോ ലോ ലോ, അവിടുത്തെ ആ ഒരു ഇത് തന്നെ ഇത് ഇന്നും ജീവിതത്തിൽ മറക്കാനൊക്കെ. കിളിയുള്ള മരച്ചോട്ടിൽ നീ കാറ്റത്തെ ചക്കരമാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടംപോലെ എടുത്തങ്ങ് തിന്നാലോ. അതല്ലേ, നിങ്ങളല്ലേ പാടിയേ? ആലോചിച്ച് നോക്കണം. അതേപോലെ എത്ര പടങ്ങൾ, സീസൺ, കുയിലാച്ചി എന്ന് പറഞ്ഞ ആ വേഷം. പിന്നെ സത്യപ്രതിജ്ഞയിലെ ചുമ്മാതെ പോകുമ്പോൾ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരനായിട്ടിരിക്കുമ്പോൾ വന്ന് പറയാനായിട്ടില്ലേ, ചുണയുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടില്ല. ഇങ്ങനെ എൻ്റെ അദ്ദേഹത്തിനോടൊപ്പം എന്തെന്ത് വേഷങ്ങളാണ് ചെയ്തത്. ഇന്നും ഏറ്റവും കൂടുതൽ ഒരുമയുള്ളത് ഉത്സവമേളത്തിലെ ആ പാട്ട് തന്നെ. പല ഭാഷകളിലാണ് വരണത്. ഒരിടത്ത് ചെല്ലുമ്പം ഉറുദു ആയിരിക്കും കേൾക്കണത്, പിന്നെ ഒരിടത്ത് കന്നഡ ആയിരിക്കും കേൾക്കണത്, പിന്നെ തെലുങ്കായിരിക്കും കേൾക്കണത്. ഇതെല്ലാം ഇടയ്ക്ക് ദുബായിൽ വന്നപ്പം ഉറുദുവാണ് കേട്ടത്. ഇതെല്ലാം ആ പരുവം അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റാനായിട്ട് ആ എഡിറ്റർമാരെ സമ്മതിച്ച് തന്നെയാകണം, അല്ലേ ചേട്ടാ? അതേപോലെ പത്മനാഭൻ സാറ് നമ്മളെ ഇന്നലെ എന്ന് പറഞ്ഞ ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനല്ലേ അന്ന് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. അത് സ്ക്രിപ്റ്റ് ഡയറക്ടോറിയൽ സൈഡിൽ എഴുതി കൊടുത്താണ് ഓരോരുത്തരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം, പഠിക്കുന്നതും വായിക്കുന്നതുമൊക്കെ. അന്ന് ഇന്നത്തെ പോലെ എളുപ്പം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാറില്ല. ഇന്ന് കുത്തിയിരുന്ന് എഴുതി 15 പേപ്പറൊക്കെയാണ് കാർബൺ വെച്ച് എഴുതിയെടുക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം ഞാൻ വെളുപ്പാങ്കാലത്തെ പിന്നെ എഴുതിക്കൊണ്ടല്ലായിരുന്നപ്പം എനിക്കൊരു സംശയം, ചേട്ടൻ്റെ ഡയലോഗ് എഴുതിയിട്ടില്ല. ഇന്നലെ പിന്നെ രംഭ ലോറി കിടക്കുന്നത് അത് ഇതെന്നെല്ലാം പറഞ്ഞുകൊണ്ടൊരു ഒരു തമിഴ് ആളിൻ്റെ വേഷം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് എഴുതിയിട്ടില്ല സാർ. അതെന്ത് സാർ? അത് ജഗതിക്ക് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതുള്ളൂ. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കടന്ന ആളാണ്, അതുകൊണ്ട് ആ ക്യാരക്ടർ എഴുതുന്നത് അത് അദ്ദേഹം ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അതേസമയം മമ്മൂക്കയ്ക്കും എല്ലാം
പിന്നെ ഒരിക്കൽ ഇത് മാറി പറഞ്ഞപ്പോഴത് പറഞ്ഞു, വേണ്ട മമ്മൂട്ടി, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറക്കമണിയിട്ട് ഇരുന്നെഴുതുന്ന ഇതാണ്, അതിലുള്ളതുപോലെ പറഞ്ഞാൽ മതി. എൻ്റെ ചക്കര ചേട്ടന് മാത്രമേ ആ ഒരു ഇത് തന്നിട്ടുള്ളൂ, ആ ഒരു സ്നേഹവും അധികാരവും എല്ലാം കൊടുത്തിട്ടുള്ളൂ. ഡയലോഗ് സ്വന്തമായിട്ട് പറഞ്ഞെഴുതിയാൽ മതി. മറ്റേ സാറിൻ്റെ ഡയലോഗ് ഒരു മനുഷ്യർക്ക് പറയാൻ ഇഷ്ടമല്ല, അത് മാറ്റി പറയാൻ പാടില്ല. കാരണം അദ്ദേഹം വെളുപ്പം കാലത്തൊക്കെ ഇരുന്ന് എഴുതുന്ന ഇതാണ്. അത് മമ്മൂക്കയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മമ്മൂക്കയ്ക്ക് അല്പം ഒരു വിഷമവും വരികയും ചെയ്തു. പിന്നെ മോഹൻലാൽജിയായിട്ട് ഏറ്റവും നല്ല അടുത്ത്, അത് വേറെ അത് വേറെ. ആ സീസൺ സമയത്തൊക്കെ എന്നെയും കൊണ്ട് പോകും. കുയിലാച്ചി എന്ന് പറഞ്ഞ ഒരു കണ്ണാടിയില്ല വെച്ച്, സോഡാ കുപ്പി പോലുള്ള ഒരു അടപ്പുള്ള കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെ കടലിൻ്റെ കരയിലൂടെ അങ്ങ് നടക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ 3-4 പേര് നിന്ന് ബസ്സിനെ ആക്രമിച്ചിട്ട് കൊണ്ടുപോയിക്കോന്ന് പറയും. മറ്റേ ഇവരെ കയറ്റി വിടല അല്ല. ഞാൻ അപ്പുറത്ത് വരുന്നോ? അപ്പുറത്ത് വരുന്നു. രാവിലെ ഒരിക്കൽ വന്നിട്ട് പോയി. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അവിടെ ആ പാട്ട് പാടിയത് ഇഷ്ടമായോ? ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? രാമ ശ്രീരാമ എന്നുള്ള പാട്ട് പാടൂല്ലേ? അതാരും പാടും. അങ്ങനെയാണ് എൻ്റെ പൊന്നു ചേട്ടൻ ആ പാട്ടെല്ലാം പാടിയ രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല തേടി വരുന്നു ഞാൻ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാൻ ലോ. അതിൻ്റെ ആ ഒരു ഇതാണ് മനോഹരമായിട്ടുള്ളത്. കിളിയുള്ള മരച്ചോട്ടിൽ നിൽക്കല്ലോ, കാറ്റത്ത് ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ എടുത്തങ്ങ് തിന്നാലോ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ എന്ന് പറഞ്ഞ അതൊക്കെ ചേട്ടന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ആ സാധനങ്ങളാണ്. കേട്ടില്ലേ? എന്നും അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇന്ന് അമ്മയുടെ മീറ്റിങ്ങിന് അവിടെ ഞാൻ വന്നിരുന്നു, കണ്ടു. പിന്നെ നമ്മുടെ ലാൽജിയുടെ ഫാൽക്കെ അവാർഡിൻ്റെ അന്ന് വന്നു, അവിടെ വന്ന് കണ്ടു. ഭയങ്കര തിരക്കുള്ളിടത്ത് വന്ന് ശല്യം ചെയ്യണ്ടെന്ന് വെച്ച് മാറി നിൽക്കും. അതാണ് അപ്പോഴ് ധാരാളം ആളുകൾ വരും ആ സമയത്തൊക്കെ. അപ്പം നമ്മൾ ഒഴുങ്ങി കൊടുക്കണം, മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോഴും അങ്ങനെ നമ്മുടെ ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച ആ ഒരു ഇതിൽ വന്ന് അദ്ദേഹം ലാൽജി തന്നെ വന്ന് കണ്ടില്ലേ, തന്നെ എന്തോ ഒരു ഇതായിരുന്നു. അതേപോലെ മറ്റേ ജയറാമിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ